ഹായ് ഫ്രണ്ട്സ്, നോളജ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നല്ലോ അല്ലേ? എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠനം ഗൗരവത്തിൽ തന്നെ എടുക്കുക. ഇനി ഒട്ടും സമയം കളയാനില്ല. നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന 5ാമത്തെ ക്ലാസ്സിലാണുള്ളത്. ഇതുവരെയുള്ള നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഒന്നാമത്തെ ചോദ്യം ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. ഓപ്ഷൻ എ അനുഭവത്തിലൂടെയുള്ള പഠനം, ഓപ്ഷൻ ബി പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, ഓപ്ഷൻ സി ഒന്നും രണ്ടും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഒന്നോട് പറയാണ്. ഓപ്ഷൻ എ അനുഭവത്തിലൂടെയുള്ള പഠനം, ഓപ്ഷൻ ബി പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, ഓപ്ഷൻ സി ഒന്നും രണ്ടും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ അനുഭവത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയുമുള്ള പഠനമാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെട്ടത്. രണ്ടാമത്തെ ചോദ്യം എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വിശ്വാസയോഗ്യമായത്, ഓപ്ഷൻ ബി സാധുവായത്, ഓപ്ഷൻ സി വിശ്വാസയോഗ്യമല്ലാത്തത്, ഓപ്ഷൻ ഡി അസാധുവായത്. ഓപ്ഷൻ എ വിശ്വാസയോഗ്യമായത്, ഓപ്ഷൻ ബി സാധുവായത്, ഓപ്ഷൻ സി വിശ്വാസയോഗ്യമല്ലാത്തത്, ഓപ്ഷൻ ഡി അസാധുവായത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാധുവായത്. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി സാധുവായത്. മൂന്നാമത്തെ ചോദ്യം കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏതു മൂല്യനിർണ്ണയമാണ് സ്വീകരിക്കുക? ഓപ്ഷൻ എ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി പ്ലേസ്മെന്റ് മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി സമ്മറ്റീവ് മൂല്യനിർണ്ണയം, ഓപ്ഷൻ ഡി ഫോർമാറ്റീവ് മൂല്യനിർണ്ണയം. ഓപ്ഷൻ എ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി പ്ലേസ്മെന്റ് മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി സമ്മറ്റീവ് മൂല്യനിർണ്ണയം, ഓപ്ഷൻ ഡി ഫോർമാറ്റീവ് മൂല്യനിർണ്ണയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫോർമാറ്റീവ് മൂല്യനിർണ്ണയം. ആൻസർ ഒന്നുകൂടെ പറയാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഫോർമാറ്റീവ് മൂല്യനിർണ്ണയം. അടുത്തത് നാലാമത്തെ ചോദ്യം ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഓപ്ഷൻ എ ചോദ്യാവലി, ഓപ്ഷൻ ബി അഭിമുഖം, ഓപ്ഷൻ സി കേസ് സ്റ്റഡി, ഓപ്ഷൻ ഡി സോഷ്യോമെട്രി. ഓപ്ഷൻ എ ചോദ്യാവലി, ഓപ്ഷൻ ബി അഭിമുഖം, ഓപ്ഷൻ സി കേസ് സ്റ്റഡി, ഓപ്ഷൻ ഡി സോഷ്യോമെട്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കേസ് സ്റ്റഡി. ആൻസർ ഒന്നുകൂടെ പറയാം, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി കേസ് സ്റ്റഡി. അഞ്ചാമത്തെ ചോദ്യം സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവാര്? ഓപ്ഷൻ എ ബ്രൂണർ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി വാട്സൺ, ഓപ്ഷൻ ഡി ഗാർഡ്നർ. ഓപ്ഷൻ എ ബ്രൂണർ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി വാട്സൺ, ഓപ്ഷൻ ഡി ഗാർഡ്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബ്രൂണർ. ആൻസർ ഒന്നുകൂടെ പറയാം, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രൂണർ. രണ്ടാമത്തെ ചോദ്യം സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് ഓപ്ഷൻ എ അഭിപ്രേരണ, ഓപ്ഷൻ ബി പരിപക്വനം, ഓപ്ഷൻ സി ആശയ രൂപീകരണം, ഓപ്ഷൻ ഡി പഠനം. ഓപ്ഷൻ എ അഭിപ്രേരണ, ഓപ്ഷൻ ബി പരിപക്വനം, ഓപ്ഷൻ സി ആശയ രൂപീകരണം, ഓപ്ഷൻ ഡി പഠനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പരിപക്വനം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി പരിപക്വനം. ഏഴാമത്തെ ചോദ്യം പെഡഗോഗി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ സ്കൂൾ, ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ഓപ്ഷൻ സി കുട്ടി, ഓപ്ഷൻ ഡി അധ്യാപന രീതി. ഓപ്ഷൻ എ സ്കൂൾ, ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ഓപ്ഷൻ സി കുട്ടി, ഓപ്ഷൻ ഡി അധ്യാപന രീതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അധ്യാപന രീതി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അധ്യാപന രീതി. എട്ടാമത്തെ ചോദ്യം കുട്ടിയുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയതാര്? ഓപ്ഷൻ എ ഫ്ലേവൽ, ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ്, ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ ഡി ഗാർഡ്നർ. ഓപ്ഷൻ എ ഫ്ലേവൽ, ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ്, ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ ഡി ഗാർഡ്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാതറിൻ ബ്രിഡ്ജസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ്. ഒമ്പതാമത്തെ ചോദ്യം സംസ്ഥാന തലത്തിലേക്കുള്ള നിരവധി മത്സരങ്ങളിലേക്കായി ഒരു അധ്യാപിക പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇത് ഓപ്ഷൻ എ പ്രായോഗിക സമീപനമാണ്, ഓപ്ഷൻ ബി ജനാധിപത്യ സമീപനമാണ്, ഓപ്ഷൻ സി ലിംഗവിവേചനമാണ്, ഓപ്ഷൻ ഡി യാഥാർത്ഥ്യ ബോധമുള്ള സമീപനമാണ്.
ഓപ്ഷൻ എ പ്രായോഗിക സമീപനമാണ്. ഓപ്ഷൻ ബി ജനാധിപത്യ സമീപനമാണ്. ഓപ്ഷൻ സി ലിംഗവിവേചനമാണ്. ഓപ്ഷൻ ഡി യാഥാർത്ഥ്യ ബോധമുള്ള സമീപനമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലിംഗവിവേചനമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ലിംഗവിവേചനമാണ്. 10ാമത്തെ ചോദ്യം, കുട്ടികളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ അവർ പ്രശ്ന നിർദ്ധാരകരാണ്. ഓപ്ഷൻ ബി അവർ ചുറ്റുപാടുകളെ കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്. ഓപ്ഷൻ സി അവർ അന്വേഷണ ത്വരയുള്ളവരാണ്. ഓപ്ഷൻ ഡി അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. ഓപ്ഷൻ എ അവർ പ്രശ്ന നിർദ്ധാരകരാണ്. ഓപ്ഷൻ ബി അവർ ചുറ്റുപാടുകളെ കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്. ഓപ്ഷൻ സി അവർ അന്വേഷണ ത്വരയുള്ളവരാണ്. ഓപ്ഷൻ ഡി അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. 11ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരായ ആളുകളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട്. ഓപ്ഷൻ എ RTE ആക്ട്. ഓപ്ഷൻ ബി RTI ആക്ട്. ഓപ്ഷൻ സി PWD ആക്ട്. ഓപ്ഷൻ ഡി പോക്സോ ആക്ട്. ഓപ്ഷൻ എ RTE ആക്ട്. ഓപ്ഷൻ ബി RTI ആക്ട്. ഓപ്ഷൻ സി PWD ആക്ട്. ഓപ്ഷൻ ഡി പോക്സോ ആക്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, PWD ആക്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി PWD ആക്ട്. അടുത്തത് 12ാമത്തെ ചോദ്യം, ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളാണ് നേതാവാകേണ്ടത് എന്ന വിശ്വാസത്തെ പറയാവുന്നത്. ഓപ്ഷൻ എ ജെൻഡർ റോൾ. ഓപ്ഷൻ ബി ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ഓപ്ഷൻ സി ജെൻഡർ ഐഡന്റിറ്റി. ഓപ്ഷൻ ഡി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓപ്ഷൻ എ ജെൻഡർ റോൾ. ഓപ്ഷൻ ബി ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ഓപ്ഷൻ സി ജെൻഡർ ഐഡന്റിറ്റി. ഓപ്ഷൻ ഡി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സമഗ്രവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആര്? ഓപ്ഷൻ എ സ്കിന്നർ. ഓപ്ഷൻ ബി വേർത്തിമർ. ഓപ്ഷൻ സി കോഫ്ക. ഓപ്ഷൻ ഡി കോഹ്ലർ. ഓപ്ഷൻ എ സ്കിന്നർ. ഓപ്ഷൻ ബി വേർത്തിമർ. ഓപ്ഷൻ സി കോഫ്ക. ഓപ്ഷൻ ഡി കോഹ്ലർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സ്കിന്നർ. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ സ്കിന്നർ. 14ാമത്തെ ചോദ്യം, കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ്. ഓപ്ഷൻ സി ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓപ്ഷൻ ഡി കമ്പാരിറ്റീവ് ഗ്രേഡിംഗ്. ഓപ്ഷൻ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ്. ഓപ്ഷൻ സി ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓപ്ഷൻ ഡി കമ്പാരിറ്റീവ് ഗ്രേഡിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. 15ാമത്തെ ചോദ്യം, പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ്. ഓപ്ഷൻ എ സാമൂഹിക വൈജ്ഞാനിക സിദ്ധാന്തം. ഓപ്ഷൻ ബി വൈജ്ഞാനിക നിർമ്മിതി സിദ്ധാന്തം. ഓപ്ഷൻ സി വൈജ്ഞാനിക സിദ്ധാന്തം. ഓപ്ഷൻ ഡി വ്യവഹാരവാദ സിദ്ധാന്തം. ഓപ്ഷൻ എ സാമൂഹിക വൈജ്ഞാനിക സിദ്ധാന്തം. ഓപ്ഷൻ ബി വൈജ്ഞാനിക നിർമ്മിതി സിദ്ധാന്തം. ഓപ്ഷൻ സി വൈജ്ഞാനിക സിദ്ധാന്തം. ഓപ്ഷൻ ഡി വ്യവഹാരവാദ സിദ്ധാന്തം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വ്യവഹാരവാദ സിദ്ധാന്തം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി വ്യവഹാരവാദ സിദ്ധാന്തം. 6ാമത്തെ ചോദ്യം, വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ പിയാഷെ. ഓപ്ഷൻ ബി മാസ്ലോ. ഓപ്ഷൻ സി വില്യം ജെയിംസ്. ഓപ്ഷൻ ഡി ഗാഗ്നെ. ഓപ്ഷൻ എ പിയാഷെ. ഓപ്ഷൻ ബി മാസ്ലോ. ഓപ്ഷൻ സി വില്യം ജെയിംസ്. ഓപ്ഷൻ ഡി ഗാഗ്നെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പിയാഷെ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ പിയാഷെ. 17ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ സൈക്കോ സോഷ്യൽ തിയറി. ഓപ്ഷൻ ബി സൈക്കോ ഡൈനാമിക് തിയറി. ഓപ്ഷൻ സി സൈക്കോ അനലിറ്റിക് തിയറി. ഓപ്ഷൻ ഡി ട്രേറ്റ് തിയറി. ഓപ്ഷൻ എ സൈക്കോ സോഷ്യൽ തിയറി. ഓപ്ഷൻ ബി സൈക്കോ ഡൈനാമിക് തിയറി. ഓപ്ഷൻ സി സൈക്കോ അനലിറ്റിക് തിയറി. ഓപ്ഷൻ ഡി ട്രേറ്റ് തിയറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൈക്കോ അനലിറ്റിക് തിയറി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്ന? ഓപ്ഷൻ സി സൈക്കോ അനലിറ്റിക് തിയറി. 18ാമത്തെ ചോദ്യം, പ്രതിഭാധനനായ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻ എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഓപ്ഷൻ ബി പിയർ ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ സി ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ ഡി മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ.
ഓപ്ഷൻ ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഓപ്ഷൻ ബി പിയർ ഇൻസ്ട്രക്ഷൻ, ഓപ്ഷൻ സി ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ, ഓപ്ഷൻ ഡി മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അടുത്തത് 19ാമത്തെ ചോദ്യം, അധ്യാപനത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ക്രമമാണ്. ഓപ്ഷൻ എ അധ്യാപനം, ആസൂത്രണം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, അധ്യാപനം, ആസൂത്രണം, ഫീഡ്ബാക്ക്. ഓപ്ഷൻ സി ആസൂത്രണം, അധ്യാപനം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. ഓപ്ഷൻ ഡി ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. ഓപ്ഷൻ ഒന്നുകൂടി പറയണേ. ഓപ്ഷൻ എ അധ്യാപനം, ആസൂത്രണം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, അധ്യാപനം, ആസൂത്രണം, ഫീഡ്ബാക്ക്. ഓപ്ഷൻ സി ആസൂത്രണം, അധ്യാപനം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. ഓപ്ഷൻ ഡി ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. കറക്റ്റ് ആൻസർ ഒന്നുകൂടി പറയുകയാണെ. ഓപ്ഷൻ ഡി ആണ്, ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. അടുത്തത് 20ാമത്തെ ചോദ്യം, കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മാർഗനിർദ്ദേശം, ഓപ്ഷൻ ബി അധ്യാപനം, ഓപ്ഷൻ സി ട്യൂട്ടറിംഗ്, ഓപ്ഷൻ ഡി സ്കഫോൾഡിംഗ്. ഓപ്ഷൻ എ മാർഗനിർദ്ദേശം, ഓപ്ഷൻ ബി അധ്യാപനം, ഓപ്ഷൻ സി ട്യൂട്ടറിംഗ്, ഓപ്ഷൻ ഡി സ്കഫോൾഡിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്കഫോൾഡിംഗ് എന്നുള്ളതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി സ്കഫോൾഡിംഗ്. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത്? ഓപ്ഷൻ എ സാങ്കേതിക സമീപനം, ഓപ്ഷൻ ബി ബഹു ഇന്ദ്രിയ സമീപനം, ഓപ്ഷൻ സി വ്യക്തിഗത ബോധന സമീപനം, ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഓപ്ഷൻ ഒന്നുകൂടെ പറയാണേ. ഓപ്ഷൻ എ സാങ്കേതിക സമീപനം, ഓപ്ഷൻ ബി ബഹു ഇന്ദ്രിയ സമീപനം, ഓപ്ഷൻ സി വ്യക്തിഗത ബോധന സമീപനം, ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. അപ്പം ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം എന്നതാണ്. അടുത്തത് 22ാമത്തെ ചോദ്യം, എറിക്സന്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ സ്വാതന്ത്ര്യം, ലജ്ജ, ഓപ്ഷൻ ബി വിശ്വാസം, അവിശ്വാസം, ഓപ്ഷൻ സി അഹം, ആർജവം, നൈരാശ്യം, ഓപ്ഷൻ ഡി ആത്മസ്വരൂപവൽക്കരണം, ആശയക്കുഴപ്പം. ഓപ്ഷൻ എ സ്വാതന്ത്ര്യം, ലജ്ജ, ഓപ്ഷൻ ബി വിശ്വാസം, അവിശ്വാസം, ഓപ്ഷൻ സി അഹം, ആർജവം, നൈരാശ്യം, ഓപ്ഷൻ ഡി ആത്മസ്വരൂപവൽക്കരണം, ആശയക്കുഴപ്പം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഹം, ആർജവം, നൈരാശ്യം. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അഹം, ആർജവം, നൈരാശ്യം എന്നതാണ്. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം ഏത്? ഓപ്ഷൻ എ ബുദ്ധിമാന്ദ്യം, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ADHD, ഓപ്ഷൻ ഡി ഓട്ടിസം. ഓപ്ഷൻ എ ബുദ്ധിമാന്ദ്യം, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ADHD, ഓപ്ഷൻ ഡി ഓട്ടിസം. അപ്പം ഏതായിരിക്കും പഠന വൈകല്യമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഡിസ്ലെക്സിയ എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പം ഏതായിരിക്കും ശരി ആൻസർ? ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ എന്നതാണ്. 24ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വികാസ തത്വം അല്ലാത്തതേത്? ഓപ്ഷൻ എ വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ഓപ്ഷൻ ബി വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിലായിരിക്കും, ഓപ്ഷൻ സി വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും, ഓപ്ഷൻ ഡി വികാസം അമൂർത്തമായിരിക്കും. ഓപ്ഷൻ എ വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ഓപ്ഷൻ ബി വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിലായിരിക്കും, ഓപ്ഷൻ സി വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും, ഓപ്ഷൻ ഡി വികാസം അമൂർത്തമായിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വികാസം അമൂർത്തമായിരിക്കും. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, വികാസം അമൂർത്തമായിരിക്കും. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്, ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തമനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ 3 മാനങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ ഉള്ളടക്കം, വിലയിരുത്തൽ, ഉൽപ്പന്നം, ഓപ്ഷൻ ബി ഉൽപ്പന്നം, മാനസിക പ്രക്രിയ, വിലയിരുത്തൽ, ഓപ്ഷൻ സി ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ, ഓപ്ഷൻ ഡി മാനസിക പ്രക്രിയ,
ഉൽപ്പന്നം, വിലയിരുത്തൽ. ഓപ്ഷൻ എ ഉള്ളടക്കം, വിലയിരുത്തൽ, ഉൽപ്പന്നം. ഓപ്ഷൻ ബി ഉൽപ്പന്നം, മാനസിക പ്രക്രിയ, വിലയിരുത്തൽ. ഓപ്ഷൻ സി ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ. ഓപ്ഷൻ ഡി മാനസിക പ്രക്രിയ, ഉൽപ്പന്നം, വിലയിരുത്തൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ എന്നതാണ്. അടുത്തത് 26ാമത്തെ ചോദ്യം. കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുപയോഗിക്കാം? ഓപ്ഷൻ എ വിലയിരുത്തൽ, ഓപ്ഷൻ ബി മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി പ്രശ്നനിർണ്ണയം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. ഓപ്ഷൻ ഒന്നുകൂടെ പറയുകയാണെ. ഓപ്ഷൻ എ വിലയിരുത്തൽ, ഓപ്ഷൻ ബി മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി പ്രശ്നനിർണ്ണയം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം എന്നതാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. അടുത്ത 27ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായാണ് സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, പൂർത്തീകരിക്കൽ നിയമം എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ജ്ഞാനനിർമ്മിതിവാദം, ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഓപ്ഷൻ സി മാനസിക വിശകലന സിദ്ധാന്തം, ഓപ്ഷൻ ഡി ചേഷ്ടാവാദം. ഓപ്ഷൻ എ ജ്ഞാനനിർമ്മിതിവാദം, ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഓപ്ഷൻ സി മാനസിക വിശകലന സിദ്ധാന്തം, ഓപ്ഷൻ ഡി ചേഷ്ടാവാദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 28ാമത്തെ ചോദ്യം. കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ഭയവും ലജ്ജയും, ഓപ്ഷൻ ബി മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം, ഓപ്ഷൻ സി അടങ്ങിയിരിക്കാത്ത പ്രകൃതം, ഓപ്ഷൻ ഡി ഭാവന. ഓപ്ഷൻ എ ഭയവും ലജ്ജയും, ഓപ്ഷൻ ബി മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം, ഓപ്ഷൻ സി അടങ്ങിയിരിക്കാത്ത പ്രകൃതം, ഓപ്ഷൻ ഡി ഭാവന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭാവന എന്നതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഭാവന. 29ാമത്തെ ചോദ്യം. കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു, ഓപ്ഷൻ ബി വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു, ഓപ്ഷൻ സി വികാരം മാനസികാന്തരീക്ഷത്തെ ബാധിക്കുന്നു, ഓപ്ഷൻ ഡി വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു. ഓപ്ഷൻ എ വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു, ഓപ്ഷൻ ബി വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു, ഓപ്ഷൻ സി വികാരം മാനസികാന്തരീക്ഷത്തെ ബാധിക്കുന്നു, ഓപ്ഷൻ ഡി വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു. ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു എന്നതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു. 30ാമത്തെ ചോദ്യം. പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത്? ഓപ്ഷൻ എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, ഓപ്ഷൻ ബി കാഴ്ച തകരാറുകൾ ഉള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ സി ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ഡി പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക്. ഓപ്ഷൻ എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, ഓപ്ഷൻ ബി കാഴ്ച തകരാറുകളുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ സി ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ഡി പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രതിഭാശാലികളായ കുട്ടികൾക്ക്. 31ാമത്തെ ചോദ്യം. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഭാഗികമായ കേൾവിക്കുറവുണ്ട്. അതിനാൽ അധ്യാപിക പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കുട്ടിക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അധ്യാപിക എന്ന നിലയിൽ എന്ത് നടപടി സ്വീകരിക്കും? ഓപ്ഷൻ എ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കാൻ രക്ഷാകർത്താവിനോട് നിർദ്ദേശിക്കും, ഓപ്ഷൻ ബി ഈ കുട്ടിയെ സഹായിക്കാൻ ഗ്രൂപ്പ് മേധാവിയോട് നിർദ്ദേശിക്കും, ഓപ്ഷൻ സി റിസോഴ്സ് അധ്യാപികയുടെ സഹായം പ്രയോജനപ്പെടുത്തും, ഓപ്ഷൻ ഡി ക്ലാസ്സിലെ മുന്നിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും, അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെയും റിസോഴ്സ് അധ്യാപികയുടെയും സേവനം ഉറപ്പാക്കും. ഓപ്ഷൻ ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കാൻ രക്ഷാകർത്താവിനോട് നിർദ്ദേശിക്കും, ഓപ്ഷൻ ബി ഈ കുട്ടിയെ സഹായിക്കാൻ ഗ്രൂപ്പ് മേധാവിയോട് നിർദ്ദേശിക്കും, ഓപ്ഷൻ സി റിസോഴ്സ് അധ്യാപികയുടെ സഹായം പ്രയോജനപ്പെടുത്തും, ഓപ്ഷൻ ഡി ക്ലാസ്സിലെ മുന്നിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും, അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെയും റിസോഴ്സ് അധ്യാപികയുടെയും സേവനം ഉറപ്പാക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്,
ക്ലാസ്സിലെ മുന്നിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും. അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെയും റിസോഴ്സ് അധ്യാപികയുടെയും സേവനം ഉറപ്പാക്കും എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ക്ലാസ്സിലെ മുന്നിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും. അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെയും റിസോഴ്സ് അധ്യാപികയുടെയും സേവനം ഉറപ്പാക്കും എന്നതാണ്. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. ശബരി അധ്യാപകൻ നൽകുന്ന എല്ലാ വർക്കുകളും കണക്കുകളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കും. അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്ന സഹപാഠികളെ ശല്യപ്പെടുത്തുകയും ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. ഇത് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, ശബരി ഒരു പ്രശ്നക്കാരനാണ്, അവന് ശിക്ഷ നൽകണം. ഓപ്ഷൻ ബി, അധ്യാപിക നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. ഓപ്ഷൻ സി, ശബരിയുടെ പ്രശ്നം പ്രധാന അധ്യാപകനെയും രക്ഷാകർത്താവിനെയും അറിയിക്കണം. ഓപ്ഷൻ ഡി, ശബരിക്ക് ശരിയായ കൗൺസിലിംഗ് നൽകണം. ഓപ്ഷൻ ഒന്നുകൂടി പറയാണ്. ഓപ്ഷൻ എ, ശബരി ഒരു പ്രശ്നക്കാരനാണ്, അവന് ശിക്ഷ നൽകണം. ഓപ്ഷൻ ബി, അധ്യാപിക നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. ഓപ്ഷൻ സി, ശബരിയുടെ പ്രശ്നം പ്രധാന അധ്യാപകനെയും രക്ഷാകർത്താവിനെയും അറിയിക്കണം. ഓപ്ഷൻ ഡി, ശബരിക്ക് ശരിയായ കൗൺസിലിംഗ് നൽകണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അധ്യാപിക നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അധ്യാപിക നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. 33ാമത്തെ ചോദ്യം. കേൾവിയിലൂടെ പഠനം, കാഴ്ചയിലൂടെ പഠനം, പ്രവൃത്തിയിലൂടെ പഠനം, അനുഭവത്തിലൂടെ പഠനം എന്നിവക്ക് ഒരു ടീച്ചർ എല്ലായ്പ്പോഴും ക്ലാസ് മുറിയിൽ അവസരം നൽകുന്നു. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ടീച്ചർ നൽകുന്നത്? ഓപ്ഷൻ എ, ഓരോ കുട്ടിയുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ സാധ്യമാകാൻ വേണ്ടിയാണ്. ഓപ്ഷൻ ബി, കുട്ടികളുടെ വ്യക്തി വ്യത്യാസത്തെ പരിഗണിക്കാൻ വേണ്ടിയാണ്. ഓപ്ഷൻ സി, കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ്. ഓപ്ഷൻ ഡി, കുട്ടികൾ നല്ല സ്കോർ ലഭിക്കുന്നതിനാണ്. ഓപ്ഷൻ എ, ഓരോ കുട്ടിയുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ സാധ്യമാകാൻ വേണ്ടിയാണ്. ഓപ്ഷൻ ബി, കുട്ടികളുടെ വ്യക്തി വ്യത്യാസത്തെ പരിഗണിക്കാൻ വേണ്ടിയാണ്. ഓപ്ഷൻ സി, കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ്. ഓപ്ഷൻ ഡി, കുട്ടികൾക്ക് നല്ല സ്കോർ ലഭിക്കുന്നതിനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസം പരിഗണിക്കാൻ വേണ്ടിയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ്. 34ാമത്തെ ചോദ്യം. കാഴ്ചയുടെ മണ്ഡലത്തിൽ മാത്രമായി ഒതുക്കാതെ ആശയങ്ങൾ രൂപപ്പെടുത്താനും പ്രശ്ന നിർദ്ധാരണത്തിന് ആവശ്യമായ മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഉതകുന്ന ബുദ്ധി ഏത്? ഓപ്ഷൻ എ, സ്ഥലപരമായ ബുദ്ധി. ഓപ്ഷൻ ബി, ഭാഷാപരമായ ബുദ്ധി. ഓപ്ഷൻ സി, സംഗീതപരമായ ബുദ്ധി. ഓപ്ഷൻ ഡി, ശരീരചാലക ബുദ്ധി. ഓപ്ഷൻ എ, സ്ഥലപരമായ ബുദ്ധി. ഓപ്ഷൻ ബി, ഭാഷാപരമായ ബുദ്ധി. ഓപ്ഷൻ സി, സംഗീതപരമായ ബുദ്ധി. ഓപ്ഷൻ ഡി, ശരീരചാലക ബുദ്ധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സ്ഥലപരമായ ബുദ്ധി. ആൻസർ ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സ്ഥലപരമായ ബുദ്ധി. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. സ്കൂളുകളിൽ പഠിതാവിനെ വിലയിരുത്തുന്നതിന്റെ ഉദ്ദേശ്യം? 1, ആത്യന്തിക വിലയിരുത്തലിനും സംരചനാ വിലയിരുത്തലിനും. രണ്ടാമത്തേത് നിദാന നിർണയത്തിനും പരിഹാര ബോധനത്തിനും. മൂന്നാമത്തേത് കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കുവാൻ. നാലാമത്തേത് കുട്ടികൾക്ക് ശിക്ഷ നൽകുവാൻ. ഒന്നാമത്തേത് ആത്യന്തിക വിലയിരുത്തലിനും സംരചനാ വിലയിരുത്തലിനും. രണ്ടാമത്തേത് നിദാന നിർണയത്തിനും പരിഹാര ബോധനത്തിനും. മൂന്നാമത്തേത് കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കുവാൻ. നാലാമത്തേത് കുട്ടികൾക്ക് ശിക്ഷ നൽകുവാൻ. ശരിയായ ഉത്തരം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ഓപ്ഷൻ എ 1 മാത്രം. ഓപ്ഷൻ ബി 1ഉം 2ഉം. ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം 4ഉം. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാണ്. ഓപ്ഷൻ എ 1 മാത്രം. ഓപ്ഷൻ ബി 1ഉം 2ഉം. ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം 4ഉം. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം 3ഉം എന്നതാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം 3ഉം എന്നതാണ്. 36ാമത്തെ ചോദ്യം. ക്ലാസിക്കൽ, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ആശ്രയിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, പ്രതികരണത്തിന്റെ സ്വഭാവം. ഓപ്ഷൻ ബി, പ്രബലനത്തിന്റെ സോഴ്സ്.
ഓപ്ഷൻ സി പ്രതികരണത്തിന്റെ സ്വഭാവവും പ്രബലനത്തിന്റെ സോഴ്സും. ഓപ്ഷൻ ഡി പ്രതികരണത്തിന്റെ സ്വഭാവം, പ്രബലനത്തിന്റെ സോഴ്സ്, സമയം. ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ പ്രതികരണത്തിന്റെ സ്വഭാവം, ഓപ്ഷൻ ബി പ്രബലനത്തിന്റെ സോഴ്സ്, ഓപ്ഷൻ സി പ്രതികരണത്തിന്റെ സ്വഭാവവും പ്രബലനത്തിന്റെ സോഴ്സും, ഓപ്ഷൻ ഡി പ്രതികരണത്തിന്റെ സ്വഭാവം, പ്രബലനത്തിന്റെ സോഴ്സ്, സമയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രതികരണത്തിന്റെ സ്വഭാവവും പ്രബലനത്തിന്റെ സോഴ്സും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രതികരണത്തിന്റെ സ്വഭാവവും പ്രബലനത്തിന്റെ സോഴ്സും. 37ാമത്തെ ചോദ്യം, ബുദ്ധി നിലവാരം കൂടിയിരിക്കുന്നത്. ഓപ്ഷൻ എ മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ഓപ്ഷൻ ബി മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കുറവായിരിക്കുമ്പോൾ, ഓപ്ഷൻ സി മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമായിരിക്കുമ്പോൾ, ഓപ്ഷൻ ഡി മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്നായിരിക്കുമ്പോൾ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ഓപ്ഷൻ ബി മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കുറവായിരിക്കുമ്പോൾ, ഓപ്ഷൻ സി മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമായിരിക്കുമ്പോൾ, ഓപ്ഷൻ ഡി മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്നായിരിക്കുമ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. ഏതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ലോവർ പ്രൈമറി സ്കൂളുകളിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം. ഓപ്ഷൻ എ 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി 5 പോയിന്റ് റിലേറ്റീവ് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഓപ്ഷൻ ഡി 4 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓപ്ഷൻ എ 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി 5 പോയിന്റ് റിലേറ്റീവ് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഓപ്ഷൻ ഡി 4 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്. 39ാമത്തെ ചോദ്യം, കുട്ടികളിൽ വൈകാരിക വികസനം സാധ്യമാക്കുന്നതിന് സ്കൂളുകളിൽ നടപടി സ്വീകരിക്കുന്നത് എപ്രകാരം? ഓപ്ഷൻ എ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മികച്ച സമായോജനത്തിൽ പോകാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട്, ഓപ്ഷൻ ബി ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിനുള്ള അവസരം നൽകിക്കൊണ്ട്, ഓപ്ഷൻ സി കുട്ടികളുടെ മാനസിക വ്യഥകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളിലൂടെ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. ഓപ്ഷൻ എ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മികച്ച സമായോജനത്തിൽ പോകാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട്, ഓപ്ഷൻ ബി ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിനുള്ള അവസരം നൽകിക്കൊണ്ട്, ഓപ്ഷൻ സി കുട്ടികളുടെ മാനസിക വ്യഥകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളിലൂടെ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തവയെല്ലാം എന്നതാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തവയെല്ലാം. അടുത്തത് 40ാമത്തെ ചോദ്യം, കുട്ടികളിൽ സാമൂഹ്യ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രീതി. ഓപ്ഷൻ എ സാമൂഹ്യ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം കുട്ടികൾക്ക് ലഭ്യമാക്കുക. ഓപ്ഷൻ ബി എല്ലാ ദിവസവും ചെറിയ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകുക. ഓപ്ഷൻ സി സാമൂഹ്യ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഒരു സെമിനാർ സംഘടിപ്പിക്കുക. ഓപ്ഷൻ ഡി നാഷണൽ സർവീസ് സ്കീമിൽ അംഗമായി എൻറോൾ ചെയ്യുക. ഓപ്ഷൻ എ സാമൂഹ്യ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം കുട്ടികൾക്ക് ലഭ്യമാക്കുക. ഓപ്ഷൻ ബി എല്ലാ ദിവസവും ചെറിയ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകുക. ഓപ്ഷൻ സി സാമൂഹ്യ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഒരു സെമിനാർ സംഘടിപ്പിക്കുക. ഓപ്ഷൻ ഡി നാഷണൽ സർവീസ് സ്കീമിൽ അംഗമായി എൻറോൾ ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലാ ദിവസവും ചെറിയ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകുക. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, എല്ലാ ദിവസവും ചെറിയ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകുക. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി. ഓപ്ഷൻ എ അന്തർനിരീക്ഷണം, ഓപ്ഷൻ ബി നിരീക്ഷണം, ഓപ്ഷൻ സി അഭിമുഖം, ഓപ്ഷൻ ഡി മനഃശാസ്ത്ര ശോധകങ്ങൾ. ഓപ്ഷൻ എ അന്തർനിരീക്ഷണം, ഓപ്ഷൻ ബി നിരീക്ഷണം, ഓപ്ഷൻ സി അഭിമുഖം, ഓപ്ഷൻ ഡി മനഃശാസ്ത്ര ശോധകങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മനഃശാസ്ത്ര ശോധകങ്ങൾ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി മനഃശാസ്ത്ര ശോധകങ്ങൾ. 42ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവലോവ്, ഓപ്ഷൻ ബി പഠനത്തിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം പിയാഷെ, ഓപ്ഷൻ സി റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വാട്സൺ, ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം ബന്ദുര.
ഓപ്ഷൻ എ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവലോ. ഓപ്ഷൻ ബി പഠനത്തിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം പിയാഷെ. ഓപ്ഷൻ സി റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വാട്സൺ. ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം ബന്ധുര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവലോ. അതാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. ബാക്കിയെല്ലാം ബിയും സിയും ഡിയും തെറ്റായിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവലോ എന്നതാണ്. 43ാമത്തെ ചോദ്യം, നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി. ഓപ്ഷൻ എ വ്യക്തി പഠനം. ഓപ്ഷൻ ബി അഭിമുഖം. ഓപ്ഷൻ സി സർവേ. ഓപ്ഷൻ ഡി നിരീക്ഷണം. ഓപ്ഷൻ എ വ്യക്തി പഠനം. ഓപ്ഷൻ ബി അഭിമുഖം. ഓപ്ഷൻ സി സർവേ. ഓപ്ഷൻ ഡി നിരീക്ഷണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വ്യക്തി പഠനം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ വ്യക്തി പഠനം എന്നതാണ്. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ എ സീറോ റിജക്ഷൻ. ഓപ്ഷൻ ബി തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാട്. ഓപ്ഷൻ സി പൊതു പാഠ്യപദ്ധതി. ഓപ്ഷൻ ഡി അഡാപ്റ്റഡ് പാഠ്യപദ്ധതി. ഓപ്ഷൻ എ സീറോ റിജക്ഷൻ. ഓപ്ഷൻ ബി തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാട്. ഓപ്ഷൻ സി പൊതു പാഠ്യപദ്ധതി. ഓപ്ഷൻ ഡി അഡാപ്റ്റഡ് പാഠ്യപദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പൊതു പാഠ്യപദ്ധതി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി പൊതു പാഠ്യപദ്ധതി. 45ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്ത ഘടകം. ഓപ്ഷൻ എ ന്യൂനബുദ്ധി. ഓപ്ഷൻ ബി ഉത്തേജനമില്ലായ്മ. ഓപ്ഷൻ സി പരിശീലനക്കുറവ്. ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂനബുദ്ധി. ഓപ്ഷൻ ബി ഉത്തേജനമില്ലായ്മ. ഓപ്ഷൻ സി പരിശീലനക്കുറവ്. ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. 46ാമത്തെ ചോദ്യം, സ്ത്രീ സ്വഭാവ സവിശേഷതകളുടെ സ്ഥായി രൂപങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ അക്രമ സ്വഭാവമുള്ള. ഓപ്ഷൻ ബി വൈകാരികതയുള്ള. ഓപ്ഷൻ സി വിധേയത്വമുള്ള. ഓപ്ഷൻ ഡി ക്ഷമയുള്ള. ഓപ്ഷൻ എ അക്രമ സ്വഭാവമുള്ള. ഓപ്ഷൻ ബി വൈകാരികതയുള്ള. ഓപ്ഷൻ സി വിധേയത്വമുള്ള. ഓപ്ഷൻ ഡി ക്ഷമയുള്ള. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അക്രമ സ്വഭാവമുള്ള. ഇതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അക്രമ സ്വഭാവമുള്ള. 47ാമത്തെ ചോദ്യം, തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ തെറ്റുകൾ കണക്കാക്കുക. ഓപ്ഷൻ ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണക്കാക്കുക. ഓപ്ഷൻ സി അധ്യാപകന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി സിലബസ് വിശകലനം ചെയ്യുക. ഓപ്ഷൻ ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ തെറ്റുകൾ കണക്കാക്കുക. ഓപ്ഷൻ ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണക്കാക്കുക. ഓപ്ഷൻ സി അധ്യാപകന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി സിലബസ് വിശകലനം ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണക്കാക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണക്കാക്കുക. 48ാമത്തെ ചോദ്യം, ഒരാൾ കൈവരിച്ചു കഴിഞ്ഞ ലക്ഷ്യവും ഇനിയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യവും തമ്മിലുള്ള അന്തരം. ഓപ്ഷൻ എ മനോഭാവം. ഓപ്ഷൻ ബി സമീപസ്ഥ വികസന മണ്ഡലം. ഓപ്ഷൻ സി പഠന വേഗത. ഓപ്ഷൻ ഡി അഭിലാഷ തലം. ഓപ്ഷൻ എ മനോഭാവം. ഓപ്ഷൻ ബി സമീപസ്ഥ വികസന മണ്ഡലം. ഓപ്ഷൻ സി പഠന വേഗത. ഓപ്ഷൻ ഡി അഭിലാഷ തലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഭിലാഷ തലം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അഭിലാഷ തലം എന്നതാണ്. 49ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വൈഗോട്സ്ക്യൻ പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കൈത്താങ് നൽകൽ. ഓപ്ഷൻ ബി ആശയദാന മാതൃക. ഓപ്ഷൻ സി സഹവർത്തിത പഠനം. ഓപ്ഷൻ ഡി സഹകരണാത്മക പഠനം. ഓപ്ഷൻ എ കൈത്താങ് നൽകൽ. ഓപ്ഷൻ ബി ആശയദാന മാതൃക. ഓപ്ഷൻ സി സഹവർത്തിത പഠനം. ഓപ്ഷൻ ഡി സഹകരണാത്മക പഠനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശയദാന മാതൃക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആശയദാന മാതൃക. അടുത്തത് 50ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത് ഏത്?
ഓപ്ഷൻ എ വഴക്കം, ഓപ്ഷൻ ബി മൗലികത, ഓപ്ഷൻ സി പ്രായോഗികത, ഓപ്ഷൻ ഡി ആവർത്തനക്ഷമത. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ വഴക്കം, ഓപ്ഷൻ ബി മൗലികത, ഓപ്ഷൻ സി പ്രായോഗികത, ഓപ്ഷൻ ഡി ആവർത്തനക്ഷമത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആവർത്തനക്ഷമത. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആവർത്തനക്ഷമത. നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. ഏവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു.